സുഹൃത്തുക്കളെ നമസ്കാരം. എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഇ.ഡി. പ്രതിപക്ഷ നേതാവിൻ്റെ പിണറായി വിജയൻ്റെ വീട്ടിലും എത്തി. പ്രതിപക്ഷ നേതാവിൻ്റെ മകളുടെ പേരിലുള്ള കരിമണൽ കേസിനെ പറ്റി കോടതി അന്വേഷണം തുടരാമെന്ന് വിധിച്ചിരുന്നു. അങ്ങനെ പിണറായി വിജയൻ്റെ വീട്ടിൽ അവസാനം ഇ.ഡി. ചെക്ക് ചെയ്യുകയാണ്. ഇത്രയും കാലം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെക്ക് ചെയ്യാനും ഒക്കെ ഇ.ഡി. തുനിഞ്ഞിരുന്നില്ല. ധാരാളം പഴികേട്ടിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ട ഉടനെ തന്നെ കോടതി വിധിയും വന്നതോടുകൂടി ഏതാണ്ട് 12 ഇടങ്ങളിലായിട്ട് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും പിണറായിയുടെ വീട്ടിലും റിയാസിൻ്റെ വീട്ടിലും CMR കമ്പനിയിലുമൊക്കെ ഇപ്പോൾ ഇ.ഡി. നടക്കുകയാണ്. ബാംഗ്ലൂരിലും കേരളത്തിലും ഇ.ഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. CMRൽ വീണയുടെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് നോക്കൂലി കൊടുത്ത പണത്തിൻ്റെ പേരിൽ BJP നേതാവ് ഷോൺ ജോർജ് കോടതിയിൽ കൊടുത്ത കേസിൻ്റെ വിധി ഇന്നലെ വന്നിരുന്നു. ആ വിധിയുടെ തുടർ അന്വേഷണം നടത്താമെന്നുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പിണറായിയുടെ വീട്ടിലൊക്കെ ഇ.ഡി. പരിശോധന നടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ കേസ് വ്യാപകമായ പൊതുജന ശ്രദ്ധ നേടിയിരുന്നൊരു കേസാണ്. വലിയ കേന്ദ്രങ്ങളിൽ ഒരിക്കലും ഇ.ഡി. ചെല്ലുന്നില്ല. ഇപ്പോൾ കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ വീട്ടിലും ഒക്കെ അന്വേഷണം നടക്കുകയാണ്. വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസിലും പരിശോധന നടക്കുന്നു. അങ്ങനെ ഒരുപാട് ലാവ്ലിൻ കേസിലൊക്കെ നമുക്കറിയാം, സുപ്രീം കോടതിയിൽ തന്നെ കേസ് പലതവണ മാറ്റിവെച്ചു. അന്വേഷണം ഉണ്ടായില്ല. അന്വേഷണങ്ങളെ സ്വാധീനിക്കാൻ ഗവൺമെൻറ് തലത്തിലും അല്ലാത്ത തലത്തിലുമൊക്കെ ഇടപെട്ടു എന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. എങ്ങനെയാണെങ്കിലും ഇ.ഡി. അവസാനം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതും BJPയിലെ ഉയർന്ന നേതാവാണ് ഷോൺ ജോർജാണ് പരാതി കൊടുത്തിരിക്കുന്നത്. BJP തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അധികാരത്തിൻ്റെ പിടിവള്ളി കുറഞ്ഞപ്പോൾ ഇ.ഡിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലും ഒക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.